അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്നാക്ക് എന്ന് പറയുമ്പം നമുക്കിത് സ്നാക്കായിട്ടല്ലാണ്ട് ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നൂഡിൽസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നൂഡിൽസ് കേക്ക് അല്ലെങ്കിൽ നൂഡിൽസ് പോളയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ വലിയവരായാലും അല്ലെങ്കിൽ കുട്ടികൾക്കായാലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നൂഡിൽസിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ടേസ്റ്റി ആക്കിയിട്ട് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേവിച്ച നൂഡിൽസ് ലെയറാക്കിയിട്ട് നടുവിൽ ചിക്കൻ്റെ മസാല വെച്ച് സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് ചിക്കൻ്റെതല്ലാണ്ട് പ്രോൺസിൻ്റെത് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പനീർ വെച്ചിട്ട് ഉണ്ടാക്കാം, ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം. അതൊക്കെ മസാലകൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ചിക്കൻ നൂഡിൽസ് പോള ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പം ഇവിടെ ചിക്കൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. ആ ഒരു ഗ്രേവി നമുക്ക് എന്ത് ചെയ്യാം, മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നൂഡിൽസ് ആയിട്ട് എടുത്തിട്ടുള്ളത് യിപ്പിയാണ്. അതല്ലെങ്കിൽ നമുക്ക് ടോപ്പ് രാമൻ എടുക്കാം. അങ്ങനെയുള്ള ഏതാണോ നമ്മളെ അടുത്തുള്ളത് ആ ഒരു നൂഡിൽസ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഒരു ഫാമിലി പാക്കാണ്, അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ റോള് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് വേവിച്ച ചിക്കൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് പിച്ചിയിട്ടെടുക്കാം. അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ അരിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ചെറിയൊരു മസാല, അതായത് ചിക്കൻ കൂടുതൽ ഇട്ടിട്ട് ഈ സവാള കുറച്ചിട്ടുള്ളൊരു മസാല ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നൂഡിൽസിൻ്റെ കൂടെ, നൂഡിൽസ് എന്തായാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചിക്കൻ ഇതേപോലെ ഒന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോഴുള്ള ആ ഒരു ഗ്രേവി മസാല ഉണ്ടല്ലോ, ആ ഒരു മുളകും മഞ്ഞളും ഒക്കെ ഉള്ള ആ ഒരു മസാല, അത് നമുക്കിതിലേക്ക് കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കളറും കിട്ടും. പിന്നെ അതെന്തായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും അത്. വേറെ തന്നെ എക്സ്ട്രാ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഉള്ളി ഒന്നങ്ങനെ വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. വേണ്ടാത്തവർ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് സാധാ ഈ ഒരു മസാല തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഒരു ടീസ്പൂണോളം സോയ സോസ്, ഒരു 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഇതിപ്പോൾ ഒരു ചീസും സോസും ഒക്കെ ചേർന്നിട്ടുള്ളൊരു മസാലയാണ്. ഇനിയിപ്പം സോസൊന്നും വേണ്ടാന്നുള്ളവർക്ക് ആ സോസിൻ്റെ പാർട്ട് അവോയ്ഡ് ചെയ്തേച്ചാൽ മതി. അങ്ങനെ ഇപ്പം ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ ഞാൻ നൂഡിൽസ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നൂഡിൽസ് വേവിക്കാനായിട്ട് ഞാനിപ്പം ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1/4 മുറിയോളം സവാളയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നൂഡിൽസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നൂഡിൽസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1.5 റോള് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ളിയൊന്നും മാളിക്കാണ്ട് സാധാരണ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നൂഡിൽസ് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ ഒരു ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ പാക്കറ്റ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ഇപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനിയിപ്പോൾ ഇത് 2 പാർട്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം. അതായത് മേലെയും താഴെയും നൂഡിൽസും നടുക്ക് ചിക്കൻ്റെ മസാലയുമാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഞാനിപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളൻ്റെ കൂട്ട് മിക്സാക്കി വെക്കാം. അപ്പോൾ അതിന് മുമ്പേ ഞാനിപ്പം പോള ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു കണക്കിനുള്ള പാത്രമാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടി വെക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സൈഡിലും ഒക്കെ ആയിട്ട് അങ്ങ് പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പോളക്ക് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചിടുന്നുണ്ട്. ഇതിപ്പം അടിയിലുള്ള താഴെയുള്ള ലെയറിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പം 2 മുട്ട ഞാനിപ്പം ബൗളിലേക്ക് ഉടച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉണക്കമുളക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ റെഡ് ചില്ലി ഫ്ലേക്സിന് പകരം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മുട്ടയിലൊക്കെ ഉപ്പൊന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ നൂഡിൽസ് വേവിക്കുമ്പോൾ ചേർത്തതാണ്, അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഒരു പോർഷൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കണം. നൂഡിൽസ് ഈ മുട്ടയിൽ അങ്ങ് മുങ്ങിക്കിടക്കുന്ന കണക്കിന് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ടൻ്റെ അളവ് കുറഞ്ഞു പോകണ്ട. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രത്തിലേക്ക് ഒരു ലെയർ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം അടിയിലെ ലെയർ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ മസാല മുഴുവനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മസാലയും ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും ചിക്കൻ എത്തുന്ന കണക്കിന് അങ്ങനെ അങ്ങ് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കനും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിപ്പം കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് കുറച്ച് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു ചീസി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ടാന്നുള്ളവർ ചീസ് ഇടണമെന്നില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലും നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു നൂഡിൽസിൻ്റെ മിക്സ് പോലെ തന്നെ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ഒലീവ്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് എല്ലാ ഭാഗത്തേക്കും അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ചീസ് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ ഭാഗത്തും ചിലപ്പോൾ അത് കുക്കായി വരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് തന്നെ വെച്ചു. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. മുകളിലുള്ള ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് മുകൾ ഭാഗം ആറാനായിട്ട് ഞാനിപ്പം വേറൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് കയ്യിൽ നിന്ന് ഫ്ലിപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നൊരു ഭാഗം അങ്ങ് ചെരിഞ്ഞു പോയി. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത് ലെവലായിട്ട് വന്നിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ചിക്കനും നൂഡിൽസും എഗ്ഗും ഒക്കെ കൂടി ആയപ്പം ചീസും എല്ലാം കൂടി വന്നപ്പം നല്ലൊരു ടേസ്റ്റായി. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ചിക്കനൊക്കെ വന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലും ടേസ്റ്റി ആവണമെങ്കിൽ നമുക്ക് ചെമ്മീനൊക്കെ ഇട്ടിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഈ ഒരു പോള ഉണ്ടാക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് പോള എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്യണം. എപ്പോഴും നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പം ആ ഒരു സാധാ ടൈപ്പിലല്ലേ, ആ ഒരു ടൈപ്പൊന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോസുമായി നമുക്കിനിയും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈ മുൻസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.